ഹായ്, അപ്പോൾ നമ്മളിന്ന് പുതിയൊരു ഫർണിച്ചർ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അത് നമ്മൾ തന്നെ ഇവിടുത്തെ സ്റ്റുഡൻസ് തന്നെ ഡിസൈൻ ചെയ്തതാണ്. അതായത് നമ്മൾക്കൊരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, ഫർണിച്ചർ സ്റ്റുഡിയോ ആയിരുന്നു. അതിൻ്റെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഒത്തിരി ഡിസൈൻസ് എല്ലാം റിജക്ട് കിട്ടി അവസാനം സാറ് പറഞ്ഞു തന്നൊരു ടേംസ് ആണ് ഈ അപ്സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനരുപയോഗം എന്നാണെങ്കിലും പറയാം. അതായത് ഒരു വേസ്റ്റിൽ നിന്ന് ഞങ്ങൾ പുതിയ എന്താണ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സംഭവം ആ സ്റ്റഫ് ഉണ്ടാക്കുക. അങ്ങനെ നമ്മൾ കുറേ സ്ക്രാപ്പിലൊക്കെ നമ്മൾ ചെന്നു, അതിൽ കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ സെലക്ട് ചെയ്ത് എടുത്തു. അത് വെച്ചിട്ട് നമ്മൾ ഡിസൈൻ കുറച്ച് പ്രോസസ്സ് നമ്മൾ ചെയ്ത് നോക്കി, പല മോഡൽസ് ക്രിയേറ്റ് ചെയ്ത് നോക്കി. അതിൽ ഫൈനലൈസ് ചെയ്ത് നമ്മൾ എടുത്തേക്കണ മോഡലാണ് ഈ കാണുന്നത്. ഇതിന് നമ്മൾ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ക്യാൻഡിലിവറിന്റെ ഒരു സ്റ്റൂളാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അതിന് പിന്നെ ഈ കിട്ടിയൊരു പാനൽ വെച്ചിട്ട് എങ്ങനെ അത് ഡിസൈൻ ചെയ്യണം എന്നുള്ള മൈൻഡിലായിരുന്നു. അങ്ങനെ അപ്സൈക്കിൾ ചെയ്യാനായിട്ട് ഞങ്ങൾ സ്ക്രാപ്പ്, അതായത് ഒത്തിരി വേസ്റ്റുകൾ തപ്പി ഇറങ്ങി. ഒരുപാട് സ്ഥലങ്ങൾ പോയി. ആദ്യം വുഡിന്റെ കളക്ഷൻസ് എടുക്കാനായിട്ട് പോയി. പിന്നെ അല്ലാതെ ആക്രി കടകളിൽ, അതായത് സ്ക്രാപ്പ് കടകളിലൊക്കെ ഒത്തിരി പോയി. അവിടെ ഇവിടെയൊക്കെ അന്വേഷിച്ച് അങ്ങനെ കിട്ടിയതാണ് ഇത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇലക്ട്രിക് വയർ പോകുന്ന ഒരു പാനലാണ്. ആ ഒരു പാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ തുരുമ്പെടുത്ത നാശം ആയിരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിൽ നമ്മൾ സാൻഡ് പേപ്പർ വെച്ച് കംപ്ലീറ്റ് ആ റസ്റ്റ് ഒക്കെ ഒന്ന് ഉരച്ച് അത് ഒന്ന് കളഞ്ഞു. അതിനുശേഷം നമ്മൾ അതിൽ കോട്ടിങ് പെയിന്റിങ്സ് ചെയ്തു. ഈ പാനൽസ് വെച്ച് എന്തൊരു സാധനം ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയേക്കുന്ന ടാസ്ക്. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ പേപ്പർ വെച്ചാൽ ഇതേ മെഷർമെന്റിൽ വെച്ചിട്ട് നമ്മൾ പേപ്പറിൽ പല മോഡൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അത് സാറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചു. സാറ് അതിൽ കുറെ റിജക്ഷൻസ് തന്നു. അങ്ങനെ നമ്മളൊരു ടിപ്പിക്കൽ ചെയ്തെന്ന് മാറി ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സാധനം പിടിക്കാനായിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അങ്ങനെ ഇത് ചെയ്ത് ലാസ്റ്റ് സാറിന് ഇഷ്ടപ്പെട്ട് സാറ് അപ്രൂവ് എന്ന ഒരു ഡിസൈനാണ് ഈ കാണുന്നത്. പിന്നെ ഇത് രണ്ട് പാനലായിരുന്നത്. ഇത് രണ്ട് പാനലാണ്. പിന്നെ ഇവിടെ ഒരു സ്ക്വയർ പീസ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതില് ഞങ്ങൾ പാനലിന് അതേ പേപ്പറിൽ എങ്ങനെ ബെൻഡ് ചെയ്തു അതേപോലെ തന്നെ ഷോപ്പിനെ കൊണ്ട് ബെൻഡ് ചെയ്തിട്ട് ബാക്കി ഞങ്ങളത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. അതിന് പിന്നെ ജോയിൻസ് എല്ലാം വെൽഡ് ചെയ്ത് പിടിപ്പിച്ചു. പിന്നെ ഈ പാനലാണ് ഇവിടെ വന്ന ഈ ഒരു സ്ക്വയർ പീസിലാണ് ഇരിക്കേണ്ട സ്ഥലം. ഓക്കെ, അപ്പൊ ഞങ്ങള് ആ ഒരു മോഡൽ പേപ്പർ വെച്ചിട്ടുള്ള മോഡൽ ഉണ്ടാക്കി അതേപോലെ തന്നെ ഇതിൽ ബെൻഡ് ചെയ്യാൻ നോക്കിയതാണ്. അപ്പോൾ അതിന് ഒത്തിരി ക്രിട്ടിക്കൽ സ്റ്റേജസ് ഉണ്ടായിരുന്നു. കാരണം അത് റസ്റ്റ് ആയിരുന്നത് കൊണ്ട് തന്നെ ഇത് കട്ട് ചെയ്യാനും ബെൻഡ് ചെയ്യാനും ഒക്കെ ഒത്തിരി ഇതായിരുന്നു. എങ്ങനെയും ഇത് ഒടിഞ്ഞു പോയാലും എന്നുള്ള ടെൻഷനിൽ അങ്ങനെ ഒത്തിരി കടലിൽ ചെന്നു. അപ്പോൾ അവരെല്ലാവരും റിജക്ട് ചെയ്തിട്ടു. അവർക്ക് പറ്റില്ല, ഒടിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞു. ഒത്തിരി കടലിൽ പോയി. അവിടെ ബഡ്ജറ്റിന്റെ പ്രശ്നം വന്നു. അങ്ങനെ പിന്നെ എല്ലായിടത്തും മാറി അവസാനം ഒരെണ്ണം കിട്ടി, ഒരു കട കിട്ടി. ആ ഷോപ്പിൽ ചെന്നിട്ടാണ് ഇത് ബെൻഡ് ചെയ്തത്. ഇവിടെ നിന്ന് അതായത് ഈ വന്നിട്ടുള്ള എല്ലാ ഈ ഒരു മൂലകളിലും കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് അത് 90 ഡിഗ്രിയിൽ മടക്കി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ കൊണ്ടുവരികയാണ് ചെയ്തത്. അവിടെ നിന്ന് വേറെ വെൽഡിങ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണം എന്നുള്ളത് കൊണ്ട് ഞങ്ങളിതിനെ സ്വന്തമായിട്ട് വെൽഡ് ചെയ്യുകയാണ് ചെയ്തത്. ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെ അതിനെ വെൽഡ് ചെയ്ത് എല്ലാം സെറ്റ് ആക്കിയിട്ട് പിന്നെ അതിനെ പെയിന്റ് അടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ ഇപ്പോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കാൻഡിലിവർ സ്ട്രക്ചർ ആണ്. അത് വെച്ചാൽ നമ്മുടെ പഴയ ഓഫീസുകളിലൊക്കെ ഉള്ള ചെയേഴ്സ് അതിലത്തെ അതിൻ്റെ ഒരു വേറൊരു വെർഷൻ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മോഡൽ വന്നേക്കണത് ഇതാണ്. ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ബാക്കിൽ ഒരു സപ്പോർട്ടിങ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ ഈ സൈഡിൽ നമ്മൾ നോക്കുമ്പോഴാണ് ബാക്കിൽ വേറെ പ്രത്യേകിച്ച് സപ്പോർട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ഈ ഒരു ക്യാൻഡിലിവറിന്റെ വരുന്നത്. ഇവിടെ ഈ ഒരു സസ്പെൻഷൻ ഉണ്ടാവും, പക്ഷെ ഇത് ഒടിയില്ല, ബെൻഡായി പോവില്ല. അതിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ഇതൊരു ബാർ സ്റ്റോളിനെ പോലെയായിട്ടാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. അതൊരു ടിപ്പിക്കൽ ചെയറിന് എന്തോരം ഹൈറ്റ് ഉണ്ടോ അതിന്റെ ഇരട്ടി ഹൈറ്റ് വരും ഇങ്ങനെ ഇരിക്കുന്നതിൽ.